എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു സന്ദീപ് വാര്യർ. ഇല്ലാതായോ? പാസ്റ്റ് ടെൻസ് ആണല്ലോ. സൗഹൃദമൊക്കെ ഉണ്ടാവും. സന്ദീപ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഷൂട്ടിലായിരുന്ന സമയത്ത് കഴിഞ്ഞ 2 ദിവസം സന്ദീപിൻ്റെ കോൾ എനിക്കുണ്ടായിരുന്നു, എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ തിരിച്ച് വിളിക്കാൻ വിട്ടുപോയി. ഏതായാലും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സന്ദീപിൻ്റെ ഒരു പോസ്റ്റുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് കേവലം 9 തവണയാണ്. അതിലുമധികം തവണ രാഹുൽ പട്ടായ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ മൂപ്പർക്ക് തായ്ലൻഡ് ഇലക്ഷനിൽ മത്സരിച്ചാൽ പോരെ, വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ സന്ദീപ് ഇട്ടൊരു പോസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലേക്ക് സന്ദീപ് എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സന്ദീപ് പാണക്കാട് തകളെ കാണാൻ പോയിരിക്കുക. അപ്പോൾ രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾക്ക് വകയില്ല. പ്രണയത്തിലും യുദ്ധത്തിലും എന്തും ചെയ്യാം എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയത്തിലും എന്ത് തരവഴിയും കാണിക്കാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം അതിനകത്തൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. CPMലേക്കാണ് എന്ന് ഭാവിച്ചിട്ട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് നേരെ കോൺഗ്രസുമായി ബിഹൈൻഡ് ദ കർട്ടൻ ചർച്ചകൾ നടത്തി പോവുകയായിരുന്നു. CPMനെയും നന്നായിട്ട് തേച്ചു സന്ദീപ്, അല്ലേ? അത് കേട്ട് ബാലനെ പോലെയുള്ള ആളുകളൊക്കെ സന്ദീപ് നട്ടലുള്ളവനാണ് വരും എന്ന് കരുതി. പക്ഷേ അതൊരു സന്ദീപിൻ്റെ ഒരു തന്ത്രമായിരുന്നു. സന്ദീപിനെ കിട്ടിയതുകൊണ്ട് കോൺഗ്രസ്സിന് എന്താണ് നേട്ടം ഉണ്ടാകാൻ പോകുമെന്ന് അറിയില്ല. കാരണം സന്ദീപിനെ സംബന്ധിച്ച് സന്ദീപിൻ്റെ മുൻകാലങ്ങളിൽ കോൺഗ്രസ്സിനെതിരെ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ എക്കാലത്തും സന്ദീപിന് ഒരു വിന തന്നെയായിരിക്കും. സന്ദീപ് എന്തൊക്കെ മാറി, ഏത് സ്നേഹത്തിൻ്റെ കടയെന്നൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹത്തിന് ഒരു പാരയായി മാറും. അതിന് കുത്തിയിരുന്ന് ഈ പോസ്റ്റുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഡിലീറ്റ് ചെയ്താലും ഒരുപാട് പേര് സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. ഏതായാലും എനിക്ക് ചോദിക്കാനുള്ളത് സന്ദീപിൻ്റെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് വ്യക്തിപരമായി ഞാനിപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. എനിക്കറിയേണ്ടത് കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് മാധ്യമ പ്രവർത്തകരിലെ ഒരാളായ രാമചന്ദ്രൻ സാർ എങ്ങനെയാണ് സന്ദീപിൻ്റെ കൂടുവിട്ട് കൂടുമാറലിനെ വിലയിരുത്തുന്നത്? ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ സംഘികൾ എന്ന് പറയപ്പെടുന്നവരും RSSകാരും BJPക്കാരായ ആളുകൾക്കും BJP സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർക്കൊന്നും ഇതിൽ വലിയ ദുഃഖമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഈ സിമ്പതൈസേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ വലിയ ദുഃഖമൊക്കെ ഉണ്ടായി. ഓൺലൈൻ സംഖ്യകൾ എന്ന് പറയുന്നവർക്കൊക്കെ വലിയത്. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്തൊരു അത്ഭുതമില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള പോലുമുള്ള ഈ അങ്ങനത്തെ ഒബ്സർവേഴ്സ്, നിരീക്ഷകരായിട്ട് കേരള ചുമതലയിലൊക്കെ വന്നിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, BJPയുടെ മന്ത്രിമാർ ഒക്കെ ആ തലത്തിലൊക്കെ ഉള്ളവർ, ഇവരുമൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വന്നിരിക്കുമ്പോഴുള്ള ചില ചർച്ചകളെ പറ്റിയൊക്കെ എനിക്ക് ധാരണയുണ്ട്. എന്നോട് BJPയിലെ പല നേതാക്കന്മാരും പറയാറുണ്ട്. പലപ്പോഴും ഈ കമ്മിറ്റികളുടെ അകത്തുമൊക്കെ സന്ദീപ് പല കാര്യങ്ങളുമൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഇരിക്കണം, മര്യാദയ്ക്ക് പോകണം എന്നൊക്കെ ഇവർ സന്ദീപിനെ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. സ്വാഭാവികമല്ലേ, ഒരു ജനാധിപത്യ പാർട്ടിയിൽ പരസ്പരം ചർച്ചകളുണ്ടാവും. എല്ലാവരും ഒരേപോലെ സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ മതിയല്ലോ. അതെ. അപ്പോൾ അങ്ങനത്തെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സന്ദീപിനെ ഒതുക്കുക എന്നുള്ളൊരു അജണ്ടയായിട്ട് ആക്കിയിട്ടുള്ളൊരു വിഭാഗം BJPയുടെ അകത്തുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി തേടുമ്പോഴൊക്കെ ഈ ഒബ്സർവേഴ്സിനെയൊക്കെ ബ്രീഫ് ചെയ്യുന്നത് ഇത് പ്രസിഡൻറ്റോ അതുപോലത്തെ ആളുകളൊക്കെ ആയിരിക്കുമല്ലോ, മുതിർന്ന ആളുകളുമൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രീഫിംഗ് അവർക്ക് സന്ദീപിനെ പറ്റിയൊരു നെഗറ്റീവ് ബ്രീഫിംഗ് സ്ഥിരമായി കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സന്ദീപ് ഈ പാർട്ടി വിടുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ദുഃഖമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപിൻ്റെ കാര്യം നോക്കേണ്ടത് സന്ദീപ് തന്നെയാണല്ലോ. ഒരാൾക്ക് ഏത് പാർട്ടിയിലും പോകാനും ചേരാനും പാർട്ടി വിടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം അവർക്കൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എത്രയോ പേര് മാറിയിരിക്കുന്നു, ഏതൊക്കെയോ പാർട്ടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ. സന്ദീപിൻ്റെ പക്ഷേ ഈ BJPയിൽ നിന്ന് RSSൽ നിന്ന് ഒക്കെ ഇങ്ങനെ മാറുന്നത് അങ്ങനെ സാധാരണമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇതിൻ്റെ റൂട്ട് കിടക്കുന്ന RSSലാണല്ലോ. അതെ. അപ്പോൾ ആ RSSൻ്റെ അകത്ത് അവർ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ
ശരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഉറപ്പിച്ചിട്ട് നടക്കുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മുച്ചൂടും എതിർത്തുകൊണ്ടിരിക്കും. ഇതാണ് സന്ദീപും ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് അതിനെതിരായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക, ഈ വിചാരധാര, ഗോൾവൾക്കർ, ഡോക്ടർ ജി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്നതൊക്കെ. ഇതിനെ മുഴുവൻ, അപ്പോൾ അത് മുഴുവൻ തള്ളിപ്പറയേണ്ട അവസ്ഥയിലാണ്. ഭയങ്കരമായി നിശിതമായി അവരൊക്കെ എടുത്തിട്ട് നമ്മുടെ ആ ചാമക്കാലയൊക്കെ എടുത്തിട്ട് കുടഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നൊക്കെ ഉള്ളത് ശരിയാണ്. അല്ല സാർ, എനിക്ക് തോന്നുന്നത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് BJP എന്നേക്കാളും സംഘപരിവാർ കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നാഭീനാള ബന്ധമുണ്ട്. അപ്പോൾ സംഘ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ലേ ഒരാൾ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് എനിക്കൊരു സീറ്റ് കിട്ടിയില്ല, എനിക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല, എൻ്റെ അമ്മ മരിച്ചപ്പോൾ എന്നെ ആരും അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുന്ന ബാലിശമായ ഒരു കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ BJPക്ക് ഒരു ഗ്ലാമർ ഉള്ള പാർട്ടിയാണ്. ഒരുപക്ഷെ കോൺഗ്രസും CPM-ഉം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി BJP തന്നെയാണ്, തർക്കമൊന്നുമില്ല. അങ്ങനെ ഇരിക്കും. പക്ഷേ ആ BJP ഈ നിലയിലെത്തിയത് എത്രയോ കാലത്തെ, എത്രയോ ആളുകളുടെ അധ്വാനവും ആത്മസമർപ്പണവും ജീവത്യാഗവും കൊണ്ടാണ്. ഒരു 25-30 വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവത്തില്ല എന്നറിഞ്ഞിട്ടും നാട്ടുകാരുടെ മുഴുവൻ പരിഹാസം ഏറ്റുവാങ്ങി, കായികമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി, ബഹിഷ്കരണം, ഊരുവിലക്ക് പോലും ഏറ്റുവാങ്ങി പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് അംഗങ്ങൾ ഈ പാർട്ടിയിലുണ്ട്. അവരാരും എനിക്ക് പരിഗണന കിട്ടിയില്ലല്ലോ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ സുരേന്ദ്രൻ വന്നില്ലല്ലോ, എൻ്റെ അച്ഛൻ വന്നപ്പോൾ സുരേന്ദ്രൻ വന്നില്ലല്ലോ, അവിടുത്തെ ആ വേദിയിൽ എനിക്ക് കസേര തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവിച്ച് മാറി നിന്നിട്ടില്ല. അവരൊക്കെ കൊടുത്ത സംഭാവനയുടെ ഇരിപ്പിടത്തിലല്ലേ ഇന്നത്തെ നേതാക്കന്മാർ ഇരിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ സംഗതിയൊക്കെ ശരിയാണ്. BJPക്കൊന്നും ഈ വളരാനായിട്ട് ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ ജോലി ചെയ്തിരുന്ന മനോരമയിൽ തന്നെ ഞങ്ങൾക്കിപ്പോൾ രാജഗോപാൽ കോട്ടയത്ത് തെരുനക്കരയിൽ പ്രസംഗിക്കാന്നിരിക്കട്ടെ, ഒരു 2 പാരഗ്രാഫ് 18 പോയിന്റിൽ സിംഗിൾ കോളം കൊടുത്താൽ മതി എന്നൊക്കെ നമുക്ക് നിർദ്ദേശം കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. ഇത്ര മതി, അത് വളരേണ്ട കാര്യമില്ല എന്നുള്ള മട്ടില്. ഞാൻ ഇയാൾക്ക് പാർട്ടി മാറാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ അത് ശരിയാണെന്നുള്ള അഭിപ്രായം അതിൽ അടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ മണ്ടത്തരമാണ് സത്യത്തിൽ സന്ദീപ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിന് ഈ കേന്ദ്ര ഭരണമൊന്നുമില്ലല്ലോ. കോൺഗ്രസ്സിന് കൊടുക്കാനായിട്ട് കയ്യിലൊന്നും ഇല്ല താനും. ഇപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടൊക്കെ നമുക്കറിയാം. ഒരു KSPTA ഒരു മാഷ് ഹരിഗോവിന്ദൻ എന്നോ മറ്റോ പറഞ്ഞ ഒരാളാണ് നിരന്തരം കോൺഗ്രസിൻ്റെ ഈ സന്ദീപുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഈ ചർച്ച നിരന്തരം നടന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ബന്ധപ്പെടുകയാണ്. അവസാനം KC വേണുഗോപാൽ എന്തോ ഉറപ്പ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് എവിടെയാണ് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന സുനിലെ? കാരണം അവർക്ക് ഭരണമുള്ള നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഇയാളെ കൊണ്ടുപോയി MLA ആയിട്ട് മത്സരിപ്പിക്കാൻ പറ്റുമോ? അവിടെ ചലച്ചിത്ര വികസന കോർപ്പറേഷനൊന്നും ഇല്ലല്ലോ, അതിൻ്റെ MD ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെയല്ലേ ഉള്ളൂ. കോൺഗ്രസ്സിന് കേരളത്തിൽ അതിൻ്റെ ഭാവി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊന്നും ഈ വളർച്ച കേരളത്തിൽ എങ്ങനെയായാലും ഉള്ളത് BJPക്ക് മാത്രമാണ്. മറ്റേതിൻ്റെ കാര്യമൊന്നും, കാരണം അതിൻ്റെ അകത്ത് MLA ആകാനും MP ആകാനും ഒക്കെ വേണ്ടതിൽ കൂടുതൽ എത്രയോ ഇരട്ടി ആളുകൾ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ നേതാക്കന്മാരുടെ തുണി ഉരിയുന്ന പാർട്ടിയാണ്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ BJPയിലേക്ക് പോകാനായിട്ട് നോമ്പെടുത്തിരിക്കുന്ന എത്രയോ ആളുകൾ കോൺഗ്രസിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി പോയിട്ട് ഇത്രയും കാലം നിന്ന ഇത്രയും MP-മാരും MLA-മാരും ഒക്കെ റിട്ടയർ ചെയ്തും അല്ലാതെയൊക്കെ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ അകത്ത് പോയിട്ടൊരു സ്ഥാനമുണ്ടാക്കുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സന്ദീപ് വരണം എന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്തതാണ്. കാരണം അത് കഴിഞ്ഞ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല എന്നാണ് കോൺഗ്രസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. വരികയാണെങ്കിൽ ഇപ്പോൾ വരണം, അത് കഴിഞ്ഞ് വന്നിട്ട് വേണ്ട. അല്ല, അതിന് കാരണം പാലക്കാട് BJPക്ക് ഒരു വിന്നബിലിറ്റി ഉള്ള സീറ്റാണ്. അതെ, BJP ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ അവസ്ഥയിലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് ടാർണിഷ് ചെയ്യുക, അട്ടിമറിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ സന്ദീപ് എപ്പോഴും പറയുന്നത് ചെത്തല്ലൂരിലെ ഗണേശോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ പോസ്റ്റ് ചെയ്യുന്ന ആവേശഭരിതരായ ഒരു സംഘം ചെറുപ്പക്കാരുടെ കൂടെയൊക്കെ നിൽക്കുന്ന സന്ദീപിനെ കണ്ട് നമ്മളൊക്കെ സന്തോഷിച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവ നേതാവ് ഒരു നാടിൻ്റെ പ്രിയങ്കരനായി മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി.
പക്ഷേ ഈ ചെത്തല്ലൂരിലെങ്കിലും മുഴുവൻ ചെറുപ്പക്കാരും സന്ദീപിൻ്റെ കൂടെ കോൺഗ്രസിലേക്ക് പോവുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ സതീശനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ അല്ലാത്തപ്പോഴും ഞാൻ ആവർത്തിച്ചിട്ട് കണ്ടിട്ട് എന്ത് മണ്ടത്തരാ പറയുന്നതെന്ന് ആലോചിച്ചു. റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രധാനി ഡോക്ടർ അരുൺകുമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതോട് കൂടിയിട്ട് മൂത്താൻ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിന് കിട്ടും എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയവും തീരെ അറിയാത്തതിൻ്റെ പ്രശ്നമാണ്, ബാലിശ രാഷ്ട്രീയമാണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപിൻ്റെ അച്ഛൻ വാര്യർ, അമ്മ മൂത്താൻ അവിടുത്തെ പ്രധാനപ്പെട്ടൊരു സമുദായമാണ്. അപ്പോൾ ഈ മൂത്താൻ സമുദായത്തിലാണ് ഇപ്പോൾ RSSകാർ കേരളത്തിലെ ആദ്യം പ്രചാരകർ വരുമ്പോൾ കൂടെ ചേരുന്ന ആദ്യത്തെ വിഭാഗങ്ങളിലൊന്നാണ് ഇവിടെ അരേ സമുദായം. അതെ അതെ. പിന്നെ ഒരു പാലക്കാട്ട് പ്രധാനപ്പെട്ട ആദ്യം ചേരുന്ന സമുദായമാണ് മൂത്താൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 85 വയസ്സുള്ള RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ടല്ലോ ഇവിടെ, സംസ്ഥാന പ്രാന്ത പ്രചാരക് ഒക്കെ ആയിരുന്ന, കണ്ണൂരിലൊക്കെ ശിക്ഷൻ പ്രമുഖമൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും ഈ മൂത്താൻ സമുദായത്തിൽ നിന്ന് വരുന്നവരാണ്. RSSൻ്റെ ഒരു കോട്ടയാണ് ഈ മൂത്താൻ സമുദായം എന്ന് പറയുന്നവർ. ഈ അവസാന ഒരു മീറ്റിങ്ങിൽ നിന്ന് സന്ദീപ് വേദിയിൽ ഇരിക്കണ്ട എന്ന് പറഞ്ഞ സംഭവമില്ലേ, ആരാന്നറിയോ പറയുന്നത്? ഈ മൂത്താൻ യുവാക്കളാണ് പറയുന്നത് സന്ദീപ് വേദിയിൽ ഇരിക്കണ്ടെന്ന്. കാരണം സന്ദീപിനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർ പാലക്കാട്ടുകാരും തൃശ്ശൂരുകാരുമാണല്ലോ. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മൂത്താൻ സമുദായത്തിൻ്റെ വോട്ട് കിട്ടില്ല. മൂത്താൻ സമുദായത്തിൻ്റെ വോട്ട് കിട്ടുന്ന റിപ്പോർട്ടർ ചാനലും VD സതീശനും പറയുകയാണെങ്കിൽ എന്താണ് അർത്ഥം? വാര്യർ വോട്ടുകൾ BJPയിൽ തന്നെ നിൽക്കുന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയും കൂടിയില്ലേ? വാര്യർ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ തന്ത വോട്ടുകളല്ലേ? അപ്പോൾ അത് BJPയിൽ തന്നെ നിൽക്കുന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്. ഈ മൂത്താൻ വോട്ടിട്ട് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ സന്ദീപിനെ ഈ 4 ദിവസം മുമ്പ് കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനമില്ല. അതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം. സന്ദീപിനും ഒരു പ്രയോജനമില്ല, സന്ദീപിന് തീരെ പ്രയോജനമില്ല. കാരണം സന്ദീപ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപ് എവിടെ ഉണ്ടാവും? സന്ദീപ് പറയുന്നത് കേൾക്കാനായിട്ട് ചാനലിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അവർ കുത്തിയിരുന്ന എന്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്? കോൺഗ്രസ് വിരുദ്ധമായ സന്ദീപിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. ഇനി ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി സന്ദീപ് പറയുന്നത്, ഇപ്പോൾ സന്ദീപ് അവസാനം ഈ ദേശാഭിമാനി മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒക്കെ കൂടെ ചേർന്ന് പൈസ കൊണ്ട് ഉണ്ടായതാണെന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ചരിത്ര സാധനങ്ങൾ കുറേ കൊണ്ടുവന്ന് ആ സമയത്ത് സന്ദീപിനെ ഞാനാണ് രക്ഷപ്പെടുത്തിയത്. ചരിത്രപരമായ പരാമർശങ്ങൾ കുറേ കൊണ്ടുവന്നിട്ട് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തൊക്കെ ആകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോരുത്തർക്കും ഓരോ നിലപാട് ഉണ്ടെന്ന് പറയില്ല, നിലപാട് തറ എന്നൊക്കെ പറയുന്നത് അതാണല്ലോ. സന്ദീപിനെ സൃഷ്ടിച്ചത് ഇത് തന്നെയാണ്. അതെ, അതിലൂടെയാണ് സന്ദീപ് ശ്രദ്ധിക്കപ്പെട്ടത്. സന്ദീപ് അത് മാറ്റി പറയുമ്പോൾ സന്ദീപിൻ്റെ ഓഡിയൻസ് സ്വാഭാവികമായും ഇല്ലാതാവും. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് സന്ദീപിനെ കോൺഗ്രസ് ഇനി ചെയ്യാൻ പോകുന്നത് സന്ദീപിനെ ചാനൽ ചർച്ചകൾക്ക് വിടും. സന്ദീപ് ഇന്നലകളിൽ പറഞ്ഞതിന് വിരുദ്ധമായി സന്ദീപിനെ കൊണ്ട് പറയിപ്പിക്കും. പറയിപ്പിച്ചതിന് ശേഷം കോൺഗ്രസ് എത്ര കാലം സന്ദീപിനെ ഉപയോഗിക്കും? ഞാനൊരു ഉദാഹരണം പറയാം. ഈ 1957 EMSൻ്റെ സർക്കാർ വന്നിട്ട് ചന്ദനത്തോപ്പിലും മൂന്നാറിലും വെടിവെപ്പ് നടന്നല്ലോ. തൊഴിലാളികൾക്ക് നേരെ തൊഴിലാളികളുടെ പോലീസ് വെടിവെച്ചു, തൊഴിലാളി വർഗ സർക്കാരിന്റെ പോലീസ്. സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ K. ദാമോദരൻ ഇതിനെ നിശിതമായി വിമർശിച്ചു. പുള്ളി മാർക്സിസം ലെനിനിസം EMSനേക്കാൾ നന്നായി പഠിച്ചിട്ടുള്ള ആളാണല്ലോ. ഭാരതീയ അറിയാം, കാശി വിദ്യാപീഠത്തിൽ പഠിച്ചതാ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൂടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പഠിച്ചാണ്. അപ്പോൾ അങ്ങേര് ഇതിനെ ചോദ്യം ചെയ്തു, ഇത് ചെയ്തത് ശരിയായില്ല, ചന്ദനത്തോപ്പിൽ നമ്മൾ തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭരിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് EMSൻ്റെ മുഖത്ത് നോക്കി കുറേ ശിക്ഷിച്ചു. എന്ത് ചെയ്തു എന്നറിയോ? ചന്ദനത്തോപ്പിൽ പോയിട്ട് ഈ വെടിവെപ്പിനെ ന്യായീകരിക്കാൻ ദാമോദരനെ നിയോഗിച്ചു, സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തി. എന്നിട്ട് ദാമോദരൻ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിരിക്കുകയാണ്, വളരെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന്, അതിനുശേഷം തിരിച്ചു വന്ന് വളരെ വർഷത്തിന് ശേഷം ഞാൻ മദ്യപിച്ചതാണെന്നാണ്. ആത്മവഞ്ചനയല്ലേ? അതെ, നമ്മൾ വിശ്വസിക്കുന്നതിനെതിരെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ആളുകൾ പുച്ഛിക്കില്ലേ ഇനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ? ഈ ഇരുന്ന കൊമ്പ് മുറിക്കുക, നിന്നടം കുഴിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് സന്ദീപ് ചെയ്തിരിക്കുന്നത്. സന്ദീപിനെ നന്നായിട്ട് ഉപയോഗിക്കുന്ന സുനിൽ പറഞ്ഞത് ഈ ചാനൽ ചർച്ചയ്ക്ക് അയച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടും സന്ദീപിന് ഒരു പ്രയോജനം കിട്ടും. അതുകൊണ്ടും സന്ദീപ് ഡീഗ്രേഡ് ചെയ്യപ്പെടും. അതാ ഞാൻ ദാമോദരൻ്റെ ഉദാഹരണം. അതെ, അത് വല്ലാത്ത ഉദാഹരണമായി പോയി. ഏതായാലും വലിയ ഭാവി ഉണ്ടാകുമായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഈ രാഷ്ട്രീയത്തിൽ കയറ്റിറക്കങ്ങളുണ്ട്. ഈ VS അച്യുതാനന്ദനെ എത്ര പാർട്ടി ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുത്തു എന്ന പേരിൽ പാർട്ടി സെൻസർ ചെയ്തിട്ടില്ലേ? ഉണ്ട്, തലശ്ശേരിയിൽ വെച്ച കമ്മിറ്റിയിൽ. വീണ്ടും VS തിരിച്ചു വന്നില്ലേ? അതെ. അങ്ങനെ രാഷ്ട്രീയത്തിൽ എപ്പോഴും മുന്നോട്ട് മാത്രം പോകണം എന്ന് കരുതരുത്. പല പ്രശ്നങ്ങളുണ്ടാവാം. പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും സന്ദീപിനെ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. സന്ദീപിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സന്ദീപ് കുറേ കാലം പുറത്തു നിർത്തിയെങ്കിലും സന്ദീപിനെ തിരിച്ചു കൊണ്ടുവന്നു, സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുത്തു, വീണ്ടും ചാനൽ ചർച്ചകൾക്ക് വിട്ടു തുടങ്ങി. അങ്ങനെയൊക്കെ സന്ദീപിന് അങ്ങനെ വേറൊരു രസമുള്ള ഉദാഹരണം ഓർമ്മയിൽ ഇപ്പോൾ വന്നതാണ്. ഈ PJ ജോസഫിന് ഈ ആന്റണി രാജു വലിയ കേസിലൊക്കെ പെട്ടതുകൊണ്ട് തിരുവനന്തപുരം ഈസ്റ്റിൽ നിർത്താൻ പറ്റാതെ വന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നു. അപ്പം ചില പത്രപ്രവർത്തകരാണ്, അല്ല നിങ്ങളുടെ കൂടെ പണ്ടൊരു രവീന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പുനലൂര് മത്സരിച്ചിരുന്നത് രവീന്ദ്രൻ പിള്ള. അത് കഴിഞ്ഞ് രവീന്ദ്രൻ പിള്ള കോടിയിലേക്ക് തള്ളപ്പെട്ടിരുന്നു. ഇങ്ങനൊരാളുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് കാറെടുത്ത് പോയിട്ട് 5 മിനിറ്റോ മറ്റോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളപ്പോഴാണ് കൊണ്ടിരുന്നത്. എന്നിട്ട് രവീന്ദ്രൻ പിള്ള മന്ത്രിയാവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയത്തിലൊക്കെ യുക്തി കൊണ്ട് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ അല്ല നമ്മുടെ ജീവിതം. പിന്നെയാണ് രാഷ്ട്രീയം. അത് ചിലപ്പോൾ കാത്തു നിന്ന ഇപ്പൊ സുരേന്ദ്രനോടാണ് എതിർപ്പെന്നിരിക്കട്ടെ. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് അല്ലാതാകാൻ ഇനി അധികം സമയമൊന്നുമില്ലല്ലോ. അതെ, പുതിയ പ്രസിഡന്റ് വരാം. പുതിയ ദേശീയ പ്രസിഡന്റ് വരുമ്പോൾ ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് മാറാം. അതെ. പക്ഷേ ഇതിനകത്ത് സുരേന്ദ്രൻ വളരെ തന്ത്രപരമായ നിലപാടെടുത്ത് സന്ദീപിനെ കുത്തിമുറിവേൽപ്പിക്കാനോ ഒന്നും പോയില്ല, പ്രകോപിപ്പിച്ചില്ല. വളരെ കൂളായിട്ട് സന്ദീപിന് ആശംസകൾ നേർന്ന്. ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ടല്ലോ, സന്ദീപ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് നേരത്തെ പോയതുകൊണ്ട് BJPക്ക് ഉണ്ടായ ഒരു ഗുണം സുരേന്ദ്രന് പുറത്താക്കേണ്ടി വന്നില്ലല്ലോ. അതെ, പുറത്താക്കിയിട്ടില്ലല്ലോ. അതെ, പുറത്താക്കിയിട്ടില്ല. ആ പാപഭാരം സുരേന്ദ്രൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ പറ്റില്ല. ഏതായാലും പ്രിയപ്പെട്ട സന്ദീപ് കൂടുവിട്ട് കൂടുമാറി. നമുക്ക് വ്യക്തിപരമായും ആശയപരമായും അത് താല്പര്യമില്ല. കാരണം സന്ദീപിന് എങ്ങനെയാണ് ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റുക, ഛർദ്ദിച്ചത് വിഴുങ്ങുക എന്ന് പറയുന്ന പോലെയാണ്. അത് ഒരു ദയനീയമായൊരവസ്ഥയാണ്. രണ്ടാമത് സന്ദീപിൻ്റെ ഭാവി BJPയിൽ തന്നെയായിരുന്നു. ഞാൻ ഓർക്കുന്നത് എൻ്റെ നാട്ടിൽ ഒരു സമുദായ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സമുദായ സംഘടനാ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ഏത് പാർട്ടിയാണ് വേണ്ടത് നോക്കി. ആദ്യം കോൺഗ്രസ് നോക്കി, ഒരുപാട് നേതാക്കന്മാരുണ്ട്. CPM നോക്കി, അവിടെ നിറയെ ആളുകളുണ്ട്. പിന്നെയുള്ളത് നോക്കിയപ്പോൾ CPI ആണ്. പഴയ വലിയ പാർട്ടി എന്നുള്ള പേരുണ്ട്, ആളില്ല. നേരെ CPIയിൽ ചേർന്നു, അദ്ദേഹം വലിയ നേതാവായി. അതുപോലെ താരതമ്യേന CPMനേക്കാളും കോൺഗ്രസിനേക്കാളും ആളെണ്ണം നേതാക്കന്മാർ കുറവുള്ള പാർട്ടി ഇപ്പോഴും BJP ആണ്. അണികളുണ്ടെങ്കിലും നേതാക്കളില്ല. സന്ദീപിന് തീർച്ചയായും തിരിച്ചു വരാൻ കഴിയുമായിരുന്നു, ഒരുപാട് അവസരങ്ങൾ കിട്ടുമായിരുന്നു. അല്ല, ഒരുപക്ഷെ ഈ പാലക്കാട് സീറ്റിൽ കൃഷ്ണകുമാറിന് പകരം സന്ദീപിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ സന്ദീപ് പാർട്ടി വിടുമായിരുന്നോ? ഇല്ല. അതിൻ്റെ കാരണം അദ്ദേഹം പാർട്ടിയിൽ ഒരു പദവിയിലേക്ക് പോകാനായിട്ടുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിൽ നിൽക്കുകയാണല്ലോ. ഒന്നും അണഞ്ഞിട്ടില്ലല്ലോ, കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങേർക്ക് തന്നെത്താനെ തോന്നി ഈ കൃഷ്ണകുമാർ നന്നായിട്ട് പെരുമാറിയില്ല, ഞാനായിരുന്നു ഭേദം, ഞാനായിരുന്നു ആകേണ്ടിയിരുന്നത്. കാരണം സന്ദീപിൻ്റെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. കൃഷ്ണകുമാറിൻ്റെ ആണെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയ്ക്കും സ്ഥാനമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് എന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, ധരിച്ചു വശായി. അങ്ങനെ ധരിപ്പിക്കാനും കുറേ ആളുകൾ ഉണ്ടാവും. അതിൽ രാഷ്ട്രീയത്തിൽ അതിൽ അങ്ങനെയൊന്നും നോക്കാതെ കുറച്ചുകൂടിയൊക്കെ കാത്തിരിക്കാൻ ആളുകൾ 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയത്തിലൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതെ അതെ അതെ. ഇങ്ങേർക്കാണെങ്കിൽ ഇനിയും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സന്ദീപ് വാര്യർ കേരളത്തിലെ BJPയുടെ രൂപീകരണ കാലം മുതൽ BJPയിൽ ഉണ്ടായിരുന്ന ആളല്ല. സംഘപരിവാറിൽ മുമ്പ് പ്രവർത്തിച്ച അനുഭവം ഉണ്ടോ? ഒന്നുമില്ല. വളരെ പെട്ടെന്ന് BJP ഈ എന്താ പറയുക,
ഈ സ്വയം സേവകനൊന്നും ആയിരുന്നില്ല. ഇല്ല. ഗണപേഷ ഇട്ട് നിൽക്കുന്ന ഒരു പടമൊക്കെ പടം ഉണ്ടെന്ന് മാത്രമേ. പടമൊക്കെ ആർക്കും ഇടാമല്ലോ, ഫാൻസി ഡ്രസ്സ് ചെയ്യുന്ന പോലെ. ഏതായാലും സന്ദീപ് കഴിഞ്ഞ BJP-യിൽ ചേർന്നതിന് ശേഷം സന്ദീപ് ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന തരത്തിലുള്ളൊരു ഫിഗർ ആക്കിയത് ഇതേ BJP തന്നെയാണ്. അതാണ് അല്ലേ? അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് വക്താവ് സ്ഥാനത്ത് നിന്ന് കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നല്ലോ. അതാണ് സുരേന്ദ്രൻ തന്നെ തിരിച്ചു ആലോചിക്കേണ്ടിയിരുന്നു. ഏതായാലും സുരേന്ദ്രൻ തന്നെ ഇടപെട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അതിനകത്ത് സുരേന്ദ്രനെ പഴിക്കാനൊന്നും പറ്റില്ല. സുരേന്ദ്രൻ ഒരു അമിക്കബിളായിട്ട് പരിഹരിക്കാനുള്ള നിലപാടെടുത്തു എന്നാണ് ശരിക്കും കൃഷ്ണകുമാറുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ശത്രുതയാണ് അതിൽ പ്ലേ ചെയ്തത്. കൃഷ്ണകുമാർ അല്ലല്ലോ പാർട്ടി. അതല്ല. ഏതായാലും സന്ദീപ് പാർട്ടി വിട്ടു, കോൺഗ്രസിൽ ചേർന്നു. സന്ദീപിൻ്റെ തീരുമാനം ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ അതിനോട് യോജിക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്നാൽ പോലും സന്ദീപിന് ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.